അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ റമളാൻ ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10 നമ്മോട് വിട പറഞ്ഞു. അള്ളാഹു ആ റഹ്മത്ത് ലഭിച്ചവരുടെ കൂടെ നമ്മെയും പ്രിയപ്പെട്ടവരെയും ഉൾപ്പെടുത്തി തരട്ടെ. രണ്ടാമത്തെ 10 മഗ്ഫിറത്തിൻ്റെ പാപമോചനത്തിൻ്റെ 10 ദിനരാത്രങ്ങളിലാണ് നാം ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടായിരിക്കാം. ചെറുതും വലുതും രഹസ്യ പരസ്യങ്ങളായി എത്രയെത്ര തിന്മകളാണ്, തെറ്റുകളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ളത്. ഈ തെറ്റുകളെയെല്ലാം പുറത്തു കിട്ടാൻ ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് സാഹചര്യങ്ങൾ, ഒരുപാട് ഇബാദത്തുകൾ എല്ലാം അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, സ്വതഖ, ദാനധർമ്മങ്ങൾ, സാന്ത്വന പ്രവർത്തനങ്ങൾ, ദിക്റുകൾ, സ്വലാത്തുകൾ, വിജ്ഞാന സമ്പാദനങ്ങൾ, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് അവസരങ്ങൾ, ഇഅ്തികാഫ്, വുളൂഅ് എടുക്കൽ, മഹാന്മാരുടെ അപദാനങ്ങൾ, മൗലിദ് ഷരീഫുകൾ, മാലകൾ, അവരെക്കുറിച്ച് മദ്ഹുകൾ പറയൽ, ഇങ്ങനെ ഒട്ടനവധി എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് അവസരങ്ങൾ മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളെ പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും റമളാനിലെ ആദ്യ സെക്കൻഡ് മുതൽ അവസാന സെക്കൻഡ് വരെയും വിശുദ്ധ ഈദുൽ ഫിത്ർ പെരുന്നാൾ അടക്കം അള്ളാഹു താല പാപമോചനത്തിന് ഏറെ അവസരങ്ങൾ നൽകുന്നുണ്ട്. അതിൽ ഒരു 10 ദിനരാത്രങ്ങൾ പ്രത്യേകിച്ച് അള്ളാഹു താല പാപമോചനത്തിനു വേണ്ടി മാത്രം സംവിധാനിച്ചിരിക്കുകയാണ്. മറ്റ് ഇതര ദിവസങ്ങളെക്കാൾ, സാഹചര്യങ്ങളെക്കാൾ, മറ്റു ഇതര മാസങ്ങളെക്കാൾ എല്ലാം കൂടുതലായി അള്ളാഹു താല അടിമകൾക്ക് പുറത്തു കൊടുക്കുന്ന, മഗ്ഫിറത്ത് നൽകുന്ന 10 ദിനങ്ങൾ, രാത്രികൾ, പകലുകൾ. നമുക്ക് അള്ളാഹുവിനോട് പാപമോചനങ്ങൾ ചോദിക്കേണ്ടതില്ലേ? നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളിൽ എത്രയെത്ര തിന്മകളാണ്, തെറ്റുകളാണ്, അറിവില്ലായ്മകൾ കൊണ്ട്, അറിഞ്ഞുകൊണ്ടും രഹസ്യവും പരസ്യവുമായിട്ടും ചെറുതും വലുതുമായി എത്രയെത്ര തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ട്. ഈ തിന്മകളെല്ലാം നമുക്ക് മായ്ച്ചു കളയേണ്ടതില്ലേ? തിന്മയുടെ റെക്കോർഡുമായി റബ്ബിൻ്റെ കോടതിയിലേക്ക് ചെന്നാൽ നമുക്ക് എങ്ങനെയാണ് വിജയിക്കാൻ സാധിക്കുക? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ തിന്മകളെയെല്ലാം പുറത്തു കിട്ടാൻ ഈ 10 ദിനരാത്രങ്ങൾ നമുക്ക് അല്ലാഹു തആല സംവിധാനിച്ചിട്ട് നാം അത് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ നമ്മേക്കാൾ വലിയ ഗതികെട്ടവർ, ഭാഗ്യം കെട്ടവർ, തൗഫീഖ് ലഭിക്കാതെ പോയവർ ആരുണ്ട്? അതുകൊണ്ട് തന്നെ വിശുദ്ധ റമളാനിലെ ഈ 10 ദിനരാത്രങ്ങളിൽ നമുക്ക് പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ഇരു കണ്ണുകൾ നിറഞ്ഞൊഴുക്കി ശാന്ത ഹൃദയത്തോടുകൂടെ ഖൽബ് റബ്ബിലേക്ക് തിരിച്ചു വെച്ച് നമുക്ക് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ നിരന്തരമായി തേടിക്കൊണ്ടിരിക്കാം. ധാരാളം അമലുകൾ ആ പാപമോചനത്തിനുണ്ട്. എങ്കിൽ തന്നെയും അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ നിരന്തരം ഈ വിശുദ്ധ റമളാനിലെ ആദ്യ 10 കഴിഞ്ഞു. രണ്ടാമത്തെ 10 ദിനരാത്രങ്ങളിൽ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, ഈ വിശുദ്ധ റമളാനിലെ രണ്ടാമത്തെ 10 നമുക്ക് നിരന്തരമായി റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കാം. അള്ളാഹു നമുക്കും പ്രിയപ്പെട്ടവർക്കും മഗ്ഫിറത്ത് കൊണ്ട് അനുഗ്രഹിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.